തൃശ്ശൂരിലെ ATM കവർച്ച സമയം കാറിലുണ്ടായിരുന്നത് 5 പേരെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. പ്രതികൾ ഉത്തരേന്ത്യക്കാരാണ്. നേരത്തെ കണ്ണൂരിലുണ്ടായ ATM കവർച്ചയുടെ രീതി തന്നെയായിരുന്നു ഇവിടെയും ഉണ്ടായതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ അറിയിച്ചു. ഇപ്പം എങ്ങനെയാണ് നമ്മളുടെ ഒരു വർക്ക് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്, എങ്ങനെയാണ്, എന്താണ് നിലവിലത്തെ പ്രസന്റ് കണ്ടീഷൻ, എന്താണ് സിറ്റുവേഷൻ? ഇൻസ്പെക്ടറും ടീമും തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യാനുണ്ട്. നമ്മുടെ 2 കേസുകളിലും അതുപോലെ തന്നെ റൂറലിൻ്റെ ടീമും പോകുന്നുണ്ട്. ആൻഡ് റൂറലിൻ്റെ കേസിലും ഏത് കേസിൽ ആറിൻ്റെ പങ്ക് എന്താണോ ഉള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊന്ന് വെരിഫൈ ചെയ്യാനുണ്ട്. ബാക്കി അവരുടെ ഐഡൻറ്റിറ്റിയും ഡീറ്റെയിൽസ് എടുക്കണം. അഫ്കോഴ്സ് തമിഴ്നാട്ടിലും കേസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കാനും അവരുടെ കേസിൻ്റെ പ്രോസസ്സ് കഴിയുന്ന മുറയ്ക്ക് നമ്മുടെ ഫോർമൽ അറസ്റ്റും കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഇപ്പോൾ നേരം വൈകാൻ സാധ്യതയുണ്ട്. അവിടെ ഇപ്പോൾ ഫയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടന്ന കാര്യം. എനിവേസ് അവർ എന്തായാലും ലീഗൽ പ്രോസസ്സ് അവർ തുടങ്ങിയിട്ടുണ്ടാവും. അത് തമിഴ്നാട് പോലീസാണ് അതിനെക്കുറിച്ച് സംസാരിക്കണം. നമ്മുടെ ടീം അങ്ങോട്ട് ഉടൻ തന്നെ വൈകാതെ പോയിട്ടുണ്ട്. എത്ര ടീമാണ് നമ്മുടെ പോയിട്ടുള്ളത്? ആരാണ് ഇപ്പോൾ ഈസ്റ്റ് ഇൻസ്പെക്ടറും ടീമും ഹിന്ദി ഉൾപ്പെടെ അറിയാവുന്ന പോലീസുകാർ ഉൾപ്പെടെയാണ് പോയിട്ടുള്ളത്. ഈ ടീമിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ ആയിട്ടുണ്ട്? എവിടെ വെച്ചാണ് ഈ വണ്ടി മാറിയതെന്ന് കാര്യത്തിൽ? അല്ല, അത് ഇനി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്.